രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി 1,000 രൂപ മുടക്കി പുതുക്കി പണിയുകയും 2,500 രൂപ ചെലവാക്കി പെയിൻറ് ചെയ്യുകയും ചെയ്തു. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം? ഇവിടെ രാജു സ്കൂട്ടർ വാങ്ങാനായിട്ട് 10,000 രൂപ മുടക്കി, അതിന് 1,000 രൂപ മുടക്കി പുതുക്കി പണിതു. അപ്പോൾ 10,000 പ്ലസ് 1,000 അയാൾ ചിലവാക്കിയിട്ടുണ്ട്. വീണ്ടും 2,500 രൂപ ചിലവാക്കി പെയിൻറ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ 2,500 രൂപയും കൂടെ അയാൾക്ക് ചിലവ് വന്നു. അപ്പോൾ അയാൾക്ക് ആകെ ചിലവായത് 10,000-ഉം 1,000-ഉം 2,500-ഉം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 13,500 രൂപയാണ്. അപ്പോൾ 13,500 രൂപ അയാൾ ചിലവാക്കി. ഇനി അയാൾക്ക് 20% ലാഭം കിട്ടണം. അങ്ങനെയെങ്കിൽ ഈ 13,500-ൻ്റെ കൂടെ അതിൻ്റെ 20% കൂടെ കൂടിയ വിലയ്ക്ക് അയാൾ വിൽക്കണം. അപ്പോൾ നമുക്ക് 13,500-ൻ്റെ 20% എത്രയെന്ന് കണ്ടുപിടിക്കാം. 13,500 ഗുണം 100/20. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 1,350 ഗുണം 2 എന്ന് വരും. 1,350-ൻ്റെ ഇരട്ടി 2,700 വരും. അപ്പോൾ 2,700 രൂപ അയാൾക്ക് ലാഭം കിട്ടണം. അപ്പോൾ വാങ്ങിയ വിലയുടെ കൂടെ 2,700-ഉം കൂടെ കൂട്ടുക, അതാണ് അയാൾക്ക് അത് വിൽക്കേണ്ട വില. 13,500-ൻ്റെ കൂടെ 2,700-ഉം കൂടെ കൂട്ടുമ്പോൾ 16,200 എന്ന് കിട്ടും. അപ്പോൾ അയാൾ വിൽക്കേണ്ട വില 16,200 രൂപ. ശരിയുത്തരം ഓപ്ഷൻ എ. 2,500 രൂപ വിലയുള്ള വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. എന്നാൽ വാങ്ങിയ വില എത്ര? ഇവിടെ വാച്ചിൻ്റെ പരസ്യവില 2,500 രൂപയാണ്. അതിന് 10% ഡിസ്കൗണ്ട് അനുവദിച്ചു. അപ്പോൾ 2,500-ൻ്റെ 10% വില കുറച്ചാണ് വിറ്റത്. അപ്പോൾ ഡിസ്കൗണ്ടായി അനുവദിച്ച തുക എത്രയാണ്? 2,500-ൻ്റെ 10%. അത് കാണുന്നതിനായിട്ട് 2,500 ഗുണം 100-ൽ 10 എടുത്താൽ മതി. 25 ഗുണം 10 എന്ന് വരും. അതായത് 250 രൂപ. അപ്പോൾ 2,500 രൂപയുടെ സാധനത്തിന് 250 രൂപ ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റു. അപ്പോൾ വിറ്റ വില എന്ന് പറയുന്നത് 2,500-ൽ നിന്നും 250 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 2,250 രൂപയാണ്. അപ്പോൾ സാധനം 2,250 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ 20% ലാഭം കിട്ടി. അപ്പോൾ വാങ്ങിയ വിലയേക്കാൾ 20% കൂടുതലാണ് 2,250. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വാങ്ങിയ വിലയുടെ 120%മാണ് 2,250. വാങ്ങിയ വില എക്സ് എന്നെടുത്താൽ എക്സിൻ്റെ 120% 2,250 എന്ന് എഴുതാം. അതായത് എക്സ് ഗുണം എക്സിൻ്റെ 120% കാണണമെങ്കിൽ എക്സ് ഗുണം 100-ൽ 120. ഇത് സമം 2,250 എന്ന് എടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനായിട്ട് ഈ 100-നെയും 120-നെയും വലതുവശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എക്സ് സമം 100 അംശത്തിലും 120 ഛേദത്തിലും വരും. 2,250 ബൈ 120 ഗുണം 100 എന്ന് വരും. നമുക്ക് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 225 ഗുണം 100 ബൈ 12. 225 ഗുണം 100 22,500 ബൈ 12 എന്ന് വരും. 22,500-നെ 12 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. 22,500 ഭാഗം 12. 22-ൽ ഒരു തവണ 12 12 കുറയ്ക്കുമ്പോൾ 22-ൽ നിന്ന് 12 കുറച്ചാൽ 10. 105-ൽ 8 തവണയാണുള്ളത്. 8 12 96. 105-ൽ നിന്ന് 96 കുറച്ചാൽ 9 കിട്ടും. അടുത്ത പൂജ്യം ഇറക്കി എഴുതുന്നു. 90-ൽ 7 തവണ 7 12 84 വരും. കുറയ്ക്കുമ്പോൾ 6. അടുത്ത പൂജ്യം കൂടെ വരുമ്പോൾ 60. 60-ൽ 5 തവണ 5 12 60. അപ്പോൾ 1,875 ഉത്തരം. അതായത് വാങ്ങിയ വില 1,875. ശരി ഉത്തരം ഓപ്ഷൻ എ. 10 ആളുകളുടെ ശരാശരി വയസ്സ് 36. ഒരേ പ്രായമുള്ള 2 പേര് കൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 38 എന്നാൽ പുതുതായി വന്നവരുടെ വയസ്സ് എത്ര? ഇവിടെ 10 ആളുകളുടെ ശരാശരി വയസ്സ് 36 എന്നിരിക്കുന്നു. സംഖ്യകളുടെ ശരാശരിയെ ആ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യകളുടെ തുക കിട്ടും. അതുകൊണ്ട് ഈ 10 പേരുടെ വയസ്സുകളുടെ തുക കാണാൻ നമുക്ക് ഈ തന്നിരിക്കുന്ന വിവരം ഉപയോഗിക്കാം. 10 പേരുടെ വയസ്സുകളുടെ ശരാശരിയായ 36-നെ ആളുകളുടെ എണ്ണമായ 10 കൊണ്ട് ഗുണിച്ചാൽ ഈ 10 പേരുടെ വയസ്സുകളുടെ തുക കിട്ടും. അതായത് 10 പേരുടെ വയസ്സുകളുടെ തുക 36 ഗുണം 10 360. ഇനി 2 പേര് കൂടി ഇവരോട് ചേർന്നു. അപ്പോൾ ആളുകളുടെ എണ്ണം 12. അപ്പോഴത്തെ ശരാശരി വയസ്സ് 38. അപ്പോൾ ഈ 12 പേരുടെ വയസ്സുകളുടെ തുക കാണാൻ 38-നെ 12 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 38 ഗുണം 12.
38നെ 12 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 456 എന്ന് കിട്ടും. 456. അപ്പോൾ 10 പേരുടെ വയസ്സുകളുടെ തുക 360, 12 പേരുടെ വയസ്സുകളുടെ തുക 456. അപ്പോൾ പുതുതായി വന്ന 2 പേരുടെ വയസ്സുകളുടെ തുക കാണാനായിട്ട് 456-ൽ നിന്നും 360 കുറയ്ക്കുക. 456-ൽ നിന്നും 360 കുറച്ച് കഴിഞ്ഞാൽ 96 എന്ന് കിട്ടും. 96. 2 പേർക്കും, പുതുതായി വന്ന 2 പേർക്കും ഒരേ പ്രായമാണ്. ഒരേ പ്രായമുള്ള 2 പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവരുടെ വയസ്സ് തുല്യമാണ്. അപ്പോൾ 96ൻ്റെ പകുതി എടുത്താൽ അവരുടെ വയസ്സ് കിട്ടും. 96/2 48 പുതുതായി വന്ന ആളുകളുടെ വയസ്സ്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി 48. 12.5% പകുതിയുടെ ദശാംശ രൂപം എഴുതുക. നമുക്കിവിടെ 12.5% പകുതിയുടെ ദശാംശ രൂപം എഴുതണം. നമുക്ക് ആദ്യം ഈ 12 തന്നെ ദശാംശ രൂപത്തിൽ എഴുതാം. 12 എന്ന് പറഞ്ഞാൽ 12.5 ആണ്. അപ്പോൾ 12.5% പകുതിയുടെ ദശാംശ രൂപം എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഭിന്നസംഖ്യയാക്കി മാറ്റി എഴുതാം. 12.5% എന്നുള്ളത് 100-ൽ, അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം 100-ൽ 12.5 എന്നുള്ളതാണ്. ഇനി ഇവിടുന്ന് ഡെസിമൽ ആക്കുന്നതിന് പകരം നമുക്ക് ഇതിൻ്റെ പകുതി കാണാം. ഇതിൻ്റെ പകുതി കാണാനായിട്ട് ഇതിനെ 2 കൊണ്ട് ഹരിക്കണം. 2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2-ൽ 1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 100-ൽ 12.5 ഗുണം 2-ൽ 1 വരും. ഇനി 100 കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഈ 2 കൊണ്ട് നമുക്ക് ആദ്യം 12.5-നെ ഹരിക്കാം. അപ്പോൾ 12.5-നെ 2 കൊണ്ട് ഹരിക്കുന്നു. 12.5-നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 12-ൽ 2 6 തവണയാണുള്ളത്. 6 2 12. ഡെസിമൽ പോയിൻ്റ് കൊടുക്കുക. 5 ഇറക്കി എഴുതുന്നു. 5-ൽ 2 തവണ 2 2 4, കുറയ്ക്കുന്നു 1 കിട്ടും. ഒരു 0 ചേർക്കുക. 10-ൽ 5 തവണ 5 2 10. അപ്പോൾ 6.25 എന്ന് കിട്ടും. അപ്പോൾ 6.25/100 എന്ന് വരും. ഈ 100 കൊണ്ട് ഹരിക്കുന്നതിന് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിൻ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് ഇടതുവശത്ത് ഒരക്കമേ ഉള്ളൂ. അപ്പോൾ ഒരക്കം കൂടെ കിട്ടുന്നതിനായിട്ട് നമുക്ക് ഒരു 0 കൂടെ ചേർക്കണം. അപ്പോൾ 0.0625 എന്ന് വരും. ഇനി ഡെസിമൽ പോയിൻറ്റിന് ഇടതുവശത്ത് നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 0.0625 എന്നുള്ളതാണ് ഉത്തരം. ശരിയുത്തരം ഓപ്ഷൻ എ. മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ട് സഞ്ചരിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് 10 മീറ്റർ വടക്കോട്ടും സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് എത്തുന്നു. 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്തിടുന്നത് നല്ലതാണ്. ഓർക്കുക, ഇത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. അപ്പോൾ ഇത് നോക്കി നമുക്ക് ഡയറക്ഷൻ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ അയാളുടെ ആദ്യത്തെ പൊസിഷൻ ഇതായിട്ട് എടുക്കുക. ഇവിടെ നിന്ന് 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. 20 മീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. തെക്കോട്ട് മുമ്പ് താഴോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ട് 20 മീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് പോകുന്നു. അപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞ് 35 മീറ്റർ ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോയി 35 മീറ്റർ. അതിനുശേഷം 10 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. ഇങ്ങോട്ട് വടക്കോട്ട് മുകളിലോട്ടാവും 10 മീറ്റർ സഞ്ചരിക്കുന്നു. 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഇവിടുന്ന് വീണ്ടും 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാളുടെ പൊസിഷൻ ഇതാണ്. ഈ 2 പൊസിഷൻ തമ്മിലുള്ള അകലമാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ഇത് 15 മീറ്ററാണ്. നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഈ ചതുരം. അപ്പോൾ ഇവിടെയും 15 മീറ്റർ ആവും. ആകെ 35 മീറ്റർ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 15 മീറ്റർ ഇവിടെ വന്നു. അപ്പോൾ ബാക്കിയുള്ള ഇത് എത്ര വരും? 20 മീറ്റർ തന്നെ വരും. 20 മീറ്റർ. ഇതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ ഇതും എത്ര തന്നെ വരും? 20 മീറ്റർ ആയിരിക്കും. അപ്പോൾ നോക്കുക, ഇവിടെ ഈ 15 മുകളിലുള്ള 20 മീറ്ററാണ്. ഈ 2 പൊസിഷനും ഒരേ ലൈനിൽ വരും. അപ്പോൾ ഇവിടെ നിന്നുള്ള നേർരേഖ ദൂരം മാത്രം നോക്കിയാൽ മതി. ഇത് രണ്ടും ഒരേ ലൈനിലായിരിക്കും വരിക. ഇനി ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ 10 മീറ്ററാണ്. അതുകൊണ്ട് ഇതും 10 മീറ്ററാണ്, ഇതും 10 മീറ്ററാണ്. ഇവിടെ ആകെ 20 മീറ്ററേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ 10 കഴിഞ്ഞാൽ ബാക്കി ഇത് 10 മീറ്റർ. അപ്പോൾ ഈ ചതുരത്തിൽ ഇതും 10 മീറ്റർ വരും. അപ്പോൾ ഇയാളുടെ ആദ്യത്തെ പൊസിഷനും ഇപ്പോഴത്തെ പൊസിഷനും തമ്മിലുള്ള അകലം 10 മീറ്ററാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി 10 മീറ്റർ.